എന്തോ ജോസ ഈ മോട്ടറിന് പറയുന്നേ? എന്തോ ഹലോ, ഹെൽപ്പ് മീ ലേൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത്, ഞാൻ നേരത്തെ സ്റ്റോറിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചില്ലേ ഒരു കേക്കിന്റെ റെസിപ്പി, അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ചെയ്യുന്നില്ല. അതിന് പകരം ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് കുറേ പേര് പറയുന്നതാണ് ബെൻസി ഈസി ആയിട്ടൊരു പുഡിങ്ങിന്റെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാത്തതിന്റെ റീസൺ ഞാൻ ഇപ്പൊ കാണിക്കാം. ചോക്ലേറ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെബിന ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേച്ചി ഞാനിവിടെ ഉള്ളപ്പോഴേ ഉണ്ടാക്കാവേന്ന്. അപ്പൊ ഇന്ന് വൈകിട്ട് മെബിന്റെ മമ്മിയുടെ വീട്ടിലോട്ട് പോവുക. കേക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും അത് നന്നായിട്ട് തണുത്ത് സെറ്റായ ശേഷം കട്ട് ചെയ്തെങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അകത്ത് ചെറിയൊരു മയം കാണും, ഇത്തിരി ഒന്നും നന്നായിട്ട് ഉറക്കത്തില്ല. അതുകൊണ്ട് കേക്ക് നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. ഇന്ന് പുഡിംഗ് ഉണ്ടാക്കാം. ഞാനിവിടെ മോട്ടർ ഉണ്ടാക്കാം. അപ്പൊ ജോസനിവിടെ മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് തട്ടുമുട്ടും സൗണ്ട് കേട്ടാൽ വിചാരിച്ചോണം ജോസാനിവിടെ ഭയങ്കര പണിയാണെന്ന്. അപ്പൊ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് നിറയണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു മോട്ടർ ഫിറ്റ് ചെയ്യുക. ഇത് വെള്ളത്തിനകത്ത് ഇടുന്ന മോട്ടറാണ്. എന്തോ ജോസ ഈ മോട്ടറിന് പറയുന്നേ? സമ്മേഴ്സബിൾ മോട്ടർ. അപ്പൊ അതവിടെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോവാം. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ആത്മാർത്ഥമായിട്ട് പറയണം. തേങ്ങ ഇല്ല അതില്, അണ്ടിപ്പരിപ്പുണ്ട്. ലഡു തിന്നിട്ട് ഇവിടെ പറയുവാണ് എന്തിന്റെ ലഡുവാണെന്ന്. പെട്ടെന്ന് പറയാം എന്തിന്റെയാന്ന്. നിനക്ക് പറ്റത്തില്ല. അതായത് നീ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല. ഇവിടെ അടുത്ത പണി മോട്ടോർ ഫിറ്റ് ചെയ്യാൻ പോന്നു. ഈന്തപ്പഴമുണ്ട്. ഈന്തപ്പഴം ശരിയായി, അണ്ടിപ്പരിപ്പും ശരിയായി. ഇനി ഒരു സാധനം കൂടെ ഉള്ളതിൽ മെയിനായിട്ടുള്ള ഇല്ല, ഓട്സിന്റെ ലഡുവ. ഓട്സ് ലഡു. എന്നാലും നീ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലല്ലോ. ആ ചേച്ചിയുടെ ഫോണിൽ നെറ്റ് വിട്ടുന്നത്. അന്നേരം ചേച്ചിക്ക് തന്നെ എക്സാം ഉണ്ട്, അങ്ങനെ കാണത്തില്ല. ഇനിയാണ് മത്തങ്ങാക്കുട്ടി ഇതാണ് ചേച്ചി. എത്ര സൈസ് കളറാ. പച്ചയും കൂടെ വേണം. ഇതെല്ലാം ആവശ്യമാടാ. ഇത് കണ്ടാവോ, ഇത് കളർ കോഡ് ഇട്ട് അതേപോലെ ചെയ്തെടുക്കാനാണ്. ഒരെഴുത്ത് ഇത് വെള്ളം കൂടെ ഉണ്ടായിരുന്നു. പൈപ്പ് റേഞ്ച് മറ്റേ മൊബൈൽ അപേക്ഷിച്ചേ കറണ്ട് ചാർജ് ഒരുപാട് ലാഭം. രണ്ടാമത് പെട്ടെന്ന് വെള്ളം തീർന്നു, നമുക്ക് സമയം ലാഭം. നിങ്ങൾ അത്യാവശ്യമായിട്ട് മാറ്റിക്കോ. ഞങ്ങളത് എത്ര മണിക്കൂറാന്നറിയാമോ? ഞങ്ങളുടെ 1.5 മണിക്കൂറാണ്. ഞങ്ങളുടെ തന്നെ 1 മണിക്കൂർ എടുക്കുമായിരിക്കും ഞങ്ങളത്. എനിക്ക് തെറ്റിപ്പോകൂടാ. ഞാൻ മറ്റേ കമന്റ് ഞാൻ വായിച്ചായിരുന്നു. ഞാൻ എല്ലാരും മെബിൻ എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് ആരോ ഒരാളുണ്ട് മെബിനായിട്ട്. നീ മെബിനോ മെഫിനോ? മെഫിൻ. മറ്റേ സെബിൻ. 2 ഫയർ. അപ്പൊ ഇനി ഫെമിയെ ഓർത്തിരിക്കാം. അപ്പൊ ബിന്നല്ല. നമ്മുടെ ഈ റെസിപ്പിക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും വേണം. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും, ബേക്കറി കടകളിലെല്ലാം കിട്ടും എന്നാ പറയുന്നേ. അപ്പം ഇതും കുറച്ച് വേണേ. ഇങ്ങനെ അല്ലേ? ആ
അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഇതാ കുഞ്ഞു കുഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാൻ ആളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് എനിക്ക് ഡബിൾ പണിയാക്കി തരുക. തറയിലെല്ലാം വെള്ളം വീണു. വേണ്ട ഇതുപോലെ ഇത്രയും ചെറുതാക്കിയില്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു പീസാക്കണേ. നൈസിന്. ആ നൈസിന്. ആഹാ എന്തെളുപ്പം. അപ്പം നമുക്ക് വേണം 1/4 കപ്പ് കോൺഫ്ലോർ, കോൺസ്റ്റാർച്ച്. പിന്നെ നമുക്ക് വേണം കൊക്കോ പൗഡർ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാമേ. 1/4 കപ്പ് കൊക്കോ പൗഡർ. അപ്പം നിങ്ങളുടെ ഈ കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി. ആ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം ആ സെയിം ഗ്ലാസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതെനിക്ക് തിന്നാൻ വലിയ ഇഷ്ടമാണ്. എന്റെ ദൈവമേ, ഇതിപ്പം തീർക്കുമല്ലോ. എന്റെ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നേ. എന്റെ ചോക്ലേറ്റ് എല്ലാം തിന്നു തീർക്കുക. ഇനി നമുക്ക് വേണം പാല്, ഒരു 2 ഗ്ലാസ് പാല്. കുറച്ച് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ. അതിന് കമ്മലിട്ടു, 2 കമ്മൽ മോട്ടറിന്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് യൂസ് ചെയ്യാമേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് അത് അടുക്കി പിടിക്കുമേ, കട്ട പിടിച്ചിരിക്കും. പാല് നിങ്ങൾക്ക് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറുകി വന്നു. വന്നോ? ഇതാ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ ഈ പരുവം മതി. നമുക്ക് ഓഫ് ചെയ്യാം. കുറുകി. ഇത് അല്പം ഒന്ന് തണുത്ത ശേഷം നമുക്ക് വേറെ പാത്രത്തിലാക്കാം. കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്കിത് ഇതുപോലെ വേറെ കപ്പിലേക്കാക്കാം. ഇത് ഡയറക്റ്റ് നമുക്ക് ഏതിനകത്താണോ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്ത് വേണം തണുപ്പിക്കാൻ വെക്കാൻ. അല്ലാതെ തണുത്ത ശേഷം വേറെ പാത്രത്തിലോട്ട് ആക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് ഐസ് പോലെ കട്ടയാവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിങ്ങി എടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതായത് നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ ഞാൻ ഈ വൈറ്റ് കോമ്പൗണ്ട് ഇത്തിരി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണേ. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയപ്പോഴത്തേക്ക് രാത്രിയായി. മെവിൻ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ആൾ വന്നിട്ട് മമ്മിയുടെ വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട് മെവിന് ഫ്രിഡ്ജിൽ, നാളെ വരുമ്പോൾ കൊടുക്കാനായിട്ടും. മെബിനല്ല മെഫിൻ. അവൻ തന്നെ ഇന്ന് തിരുത്തിയതാണ്. മെബിനല്ലേ ചേച്ചി, മെഫിനാന്ന്. ഞാൻ മെബിൻ എന്നാ പറയുന്നത്. തക്ക സമയത്ത് കുടിക്കാൻ കാര്യമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. രാത്രിയായി. പിള്ളേരെ ആരെയും ഇപ്പോൾ വിളിക്കാനും പറ്റത്തില്ല. 8:45. ആ മെബിന് അവൻ നാളെ വരത്തുള്ളൂ. കൊള്ളാമോ? ഒത്തിരി തണുപ്പിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ. തണുപ്പിക്കാതെ ഇത് കഴിക്കാൻ കൊള്ളില്ല കേട്ടോ, ടേസ്റ്റ് കാണത്തില്ല. അപ്പൊ പുഡിങ് എന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യേ. ആ നാളെ ആരെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് കയറ്റാമേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഈസി അല്ലേ, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. ജോസന്റെ പാത്രം കാലിയായി. ഞാൻ ഒത്തിരി ഉണ്ടാക്കിയിട്ടില്ല. 1/4 കപ്പ് വെച്ച് ഇതുപോലെ ഇച്ചിരി 4 പാത്രത്തിലാക്കി ഇച്ചിരി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ചെയ്യണം. ഞാൻ പറയാത്തോണ്ടാന്നോന്ന് അറിയത്തില്ല, പലരും വീഡിയോ കാണുന്നതേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. അതൊക്കെ എങ്ങനെ പറയണം? എന്തായാലും